എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. AMCS FNCK BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് നഴ്സിംഗ്, അതുപോലെ തന്നെ MSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ, പ്രവേശനമല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴിയോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്തുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഫീ പേയ്മെൻറ്റ് മോഡിൽ നിങ്ങൾക്ക് ചലാൻ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആ ഒരു ചലാൻ ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴി അടക്കാവുന്നതാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ 25,000 രൂപ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു രീതിയിൽ 25,000 രൂപ ഫീ പേയ്മെൻറ്റായിട്ട് ഓൺലൈനായിട്ട് അടക്കേണ്ടതായിട്ടുള്ളത്. അലോട്ട്മെൻറ്റ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതും അതുപോലെ നിശ്ചിത സമയത്തിനകം നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് സ്ഥിരീകരിക്കാത്ത അപേക്ഷകർക്ക് തുടർന്നുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിൽ അവസരം ലഭിക്കുന്നതും ആയിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടേണ്ടത് ഓഗസ്റ്റ് 8 മുതൽ 12-ാം തീയതി, അതായത് തിങ്കളാഴ്ച വരെയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വിദ്യാർത്ഥികളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ടുള്ള 25,000 രൂപ ഓൺലൈനായിട്ട് AMCS FNCK വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളവർ മാത്രമാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്തവർക്ക് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാനും ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കേണ്ടത് ഓഗസ്റ്റ് 12-ാം തീയതി മുതലാണ്. അതായത് ഓഗസ്റ്റ് 8 മുതൽ ഓഗസ്റ്റ് 12 വരെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് അതത് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ ഹയർ ഓപ്ഷനുകളെ മോഡിഫൈ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചലാൻ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഈ ഒരു 1-ാം വർഷ ഫീസിൻ്റെ ഭാഗമായിട്ടുള്ള 25,000 രൂപ അടക്കാവുന്നതാണ്. അതുപോലെ ഓൺലൈനായിട്ട് അടക്കുകയാണെങ്കിൽ വിശദാംശങ്ങൾ നൽകേണ്ടി വരില്ല. ഓഫ്ലൈനായിട്ടാണെങ്കിൽ നിങ്ങൾ ആ ഒരു ചലാൻ അടച്ച വിശദാംശങ്ങൾ നൽകിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ഹയർ ഓപ്ഷൻ കോളേജ് മുൻഗണന മാറ്റുന്നതിനോ അതായത് ക്യാൻസൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്ന് തിരഞ്ഞെടുക്കുകയും ഈ ഒരു അലോട്ട്മെൻറ്റിൽ ലഭിച്ചിരുന്ന കോളേജിന് മുകളിൽ നേരത്തെ നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജ് മുൻഗണനകൾ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ എല്ലാ ഹയർ ഓപ്ഷനുകളും പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ മുഴുവനായിട്ടോ റദ്ദു ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് നോ എന്ന് തിരഞ്ഞെടുത്താൽ നിങ്ങൾ നേരത്തെ നൽകിയിരിക്കുന്ന ഹയർ ഓപ്ഷൻസ് തുടർന്നും ലഭ്യമായിരിക്കും. യെസ് എന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷനെ ഡിലീറ്റ് ചെയ്യാനോ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകാരം അപേക്ഷ നിലനിർത്തിയിരിക്കുന്ന കോളേജ് മുൻഗണനകൾക്കനുസരിച്ച് അതത് മുൻഗണനകൾ അനുസരിച്ച് അടുത്ത അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുന്ന പക്ഷം ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കും. അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു കോളേജ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയത് പോവും, പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതായിരിക്കും നിങ്ങൾക്കുള്ള അഡ്മിഷനായിട്ട് ഉണ്ടായിരിക്കുക. ഇങ്ങനെയൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ഈ ഒരു കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ വരുന്നതായിരിക്കും. നിങ്ങൾ എഡിറ്റ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മെയിൽ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അടച്ചത് ഈ ഒരു അഡ്മിഷൻ അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് റീഫണ്ടിന് ആയിട്ട് അർഹതയുണ്ടെങ്കിൽ അഡ്മിഷൻ അവസാനിക്കുന്ന മുമ്പായിട്ട് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.